പാകിസ്ഥാന് ഒരു കൊട്ടു കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഇന്ത്യക്കാരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതൊരാവശ്യമാണെന്ന് കരുതുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് ഈ യുദ്ധമൊന്നും ചെയ്യേണ്ടാത്ത ആളുകൾക്ക് അതൊരു രസമായിട്ട് തോന്നും. കാരണം ചാകുന്നതും കൊല്ലുന്നതും ഒക്കെ മറ്റാളുകളാണല്ലോ, നമുക്കതിൽ പങ്കൊന്നുമില്ല. എന്ന് മാത്രമല്ല, യുദ്ധത്തിൻ്റെ കെടുതികൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്താണെന്നോ യുദ്ധത്തിൻ്റെ കെടുതികൾ എന്താണെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ മെച്ചമായിട്ട് പറയുന്നത് നൂറ്റാണ്ടുകളല്ല, വളരെ നമ്മൾ കാര്യമായ ഒരു ആക്രമണമോ കാര്യമായ ഒരു യുദ്ധമോ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല. നമ്മുടെ ആളുകൾ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. യുദ്ധങ്ങളും എല്ലാം പിന്നെ ഉത്തരേന്ത്യയിലായിരുന്നു രാജാക്കന്മാർ തമ്മിലുള്ള അടിയും പിടിയും. പിന്നെ അതുപോലെ തന്നെ ഈ മുസ്ലിം രാജാക്കന്മാരും ഒക്കെ വന്നിട്ടുള്ള ആക്രമണങ്ങളെല്ലാം ഉത്തരേന്ത്യയിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. ചുരുക്കമായിട്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അത് തന്നെ ഡെക്കാൻ ആ ഭാഗത്ത് പിന്നെ ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നെ ബാമിനി സാമ്രാജ്യമൊക്കെ ബാമിനി കിങ്ഡം ഒക്കെ ഉണ്ടാവുന്നത്, മുസ്ലിം കിങ്ഡം. പക്ഷേ പൊതുവിൽ നമുക്ക് കേരളത്തിൽ തീരെ ഉണ്ടായിട്ടില്ല. ആകപ്പാടെ ഉണ്ടായിട്ടുള്ളത് അല്ലറ ചില്ലറ ടിപ്പു സുൽത്താൻ്റെ ഒരു ആക്രമണം ഉണ്ടായി എന്നതൊഴിച്ചാൽ കേരളത്തിൻ്റെ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ യുദ്ധം ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. കാരണം കൊച്ചി രാജാവ് വീടിന് ഓടിട്ടപ്പം പിന്നെ കോഴിക്കോട് രാജാവ് ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതിനെതിരെ. കാരണം ഓടിടാനുള്ള അവകാശം കൊച്ചി രാജാവിന് അന്നില്ലായിരുന്നു എന്ന്. കാരണം പിന്നെ വലിയ രാജ്യം കോഴിക്കോടായിരുന്നു എന്ന് ഈയിടയ്ക്കെങ്ങാണ്ട് എവിടെയോ പിന്നെ MG ശശിഭൂഷണോ ആരോ പറയുന്നത് പിന്നെ കാണുകയുണ്ടായി. എന്തായാലും യുദ്ധത്തിൻ്റെ കെടുതികളൊന്നും അനുഭവിക്കാത്തതുകൊണ്ട് ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ് നമ്മളിൽ പലർക്കും. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടാത്ത ആളുകൾക്ക് അതൊരു രസമായിട്ട് തോന്നും. ഇപ്പം ഈ ചൈനീസ് യുദ്ധകാലത്ത്, ചൈനയുമായിട്ടുള്ള യുദ്ധകാലത്ത് ഓർക്കുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ അസംബ്ലി വിളിച്ച് നമ്മൾ ചൈനക്കാർക്കെതിരെ മുദ്രാവാക്യം ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട് പലരും, ആ പ്രായമുള്ളവർ. പക്ഷെ അതിനുശേഷം പാകിസ്ഥാനുമായിട്ട് 2 യുദ്ധമുണ്ടായി. ആ രണ്ടിടത്തും 65-ലും 71-ലും പിന്നെ ഇന്ത്യയുമായിട്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കഴിയില്ല നമുക്കറിയാം, ഇന്നും കഴിയില്ല, അന്നും കഴിയില്ല. അപ്പോൾ ചെറിയ രാജ്യമാണ്, പിന്നെ വലിയ വായുണ്ടെന്നു മാത്രമേ ഉള്ളൂ, വലിയ വർത്തമാനമൊക്കെ പറയുന്നേ ഉള്ളൂ. അവർക്ക് അതിനപ്പുറം പോകാനുള്ള കഴിവൊന്നും അവർക്കില്ല. ഇപ്പം പിന്നെ അണ്വായുധം വെച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത്, അത് ഉപയോഗിച്ച് കളയും. അതിപ്പം പുട്ടിനും അത് തന്നെയാണ് പറയുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അണ്വായുധം പ്രയോഗിച്ച് കളയും എന്നാണ് പുട്ടിനും ഭീഷണിപ്പെടുത്തുന്നത്. അതേ ഭീഷണിയാണ് പാകിസ്ഥാൻകാരും ഉപയോഗിക്കുന്നത്.